അവരോഹം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് സ്വയം സമർപ്പിക്കുവാനും പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവഹിതപ്രകാരം രക്ഷാകരമായ പ്രവൃത്തിയിൽ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നിറങ്ങിയപ്പോൾ, അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വാതിൽ തുറന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വരണ്ടിരിക്കുന്ന കൈ, അനക്കാൻ പറ്റാത്ത കൈ നീട്ടുക. അവനതനുസരിച്ചു. അടുത്ത നിമിഷം അതിന്മേൽ സൗഖ്യമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുക എന്നുള്ളത്. കൈവെപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. ഹോളി സ്പിരിറ്റ് ആണത്. ഹോളി സ്പിരിറ്റ്, കൈവെപ്പിന്റെ പുറകിൽ ഹോളി സ്പിരിറ്റ്. അപ്പോസ്തലന്മാരിലൂടെ ലഭിച്ച കൈവെപ്പ് ഈ സഭയ്ക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണം ഇതാണ്. ഈ കൈവെപ്പിലൂടെ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഏത് പുരോഹിതൻ പള്ളി വന്നാലും ഞാൻ ആ പുരോഹിതനല്ല നോക്കുന്നത്, ആരാധനയിൽ ഇറങ്ങി വരുന്ന യേശുവിനെയാണ്, ആരാധനയിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെയാണ്. മരണത്തിൽ നിന്ന് ജയിച്ചു വന്ന ക്രിസ്തു അവൻ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. പലപ്പോഴും പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ നേർച്ചകൾ എല്ലാവർക്കും സ്വീകരിക്കാമെങ്കിൽ വിശുദ്ധ കുർബാന മാത്രം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്?